ബസുക്കയുടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നല്ലോ, ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു. കല്ലൂർ ഡേൻസിന്റെ മകനായിരുന്നു. ഫസ്റ്റ് ദിവസം നല്ലതായിരുന്നു. ക്യാരവൺ എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പൊ ക്യാരവൺ ഇല്ലാത്തതുകൊണ്ടല്ല, എനിക്ക് ഡ്രസ്സ് മാറാൻ സ്ഥലം കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ പിൻവാങ്ങിയത്. ആ ടീം നല്ലതാണ്, നല്ല ഫ്രണ്ട്ലി ആയി. എനിക്ക് പറ്റിയൊരു പണ്ടത്രമാണ്. മമ്മൂക്കയെ കണ്ടിരുന്നോ? ഇത് കണ്ടില്ല, മമ്മൂക്കയുടെ സീനില്ലായിരുന്നു. ഞാൻ ഗൗതം മേനോനും സിദ്ധാർത്ഥ് ഭർത്തനായിട്ടായി ഒരു സീനിൽ ഷൂട്ട് ചെയ്തതാണ്. രണ്ടാമത്തെ ദിവസം ചെന്നപ്പോൾ അവർ ഫുഡും ഒന്നുമില്ല, റെമ്യൂണറേഷൻ ഒന്നുമില്ല. റെമ്യൂണറേഷൻ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഇങ്ങനെ സിനിമയിൽ നമുക്ക് പിന്നെ സ്ഥലം ഡ്രസ്സ് കാണാൻ. കാരണം അന്ന് കുറെ ആക്ടേഴ്സ് ഉണ്ടായിരുന്നു, ബാബു ആന്റി കുറെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ക്യാരവൻ ഫ്രീ ആയിരുന്നില്ല. അല്ല, ഇനി ലൈഫിൽ നേരിട്ട് കാണണം എന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും ആക്ടർ ഓർ ആക്ട്രസ് ഉണ്ടാവോ? നേരിട്ട് കാണണോ? മമ്മൂട്ടിയെ കണ്ടിട്ടില്ല. മമ്മൂട്ടി കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടില്ല. ബാക്കി എല്ലാവരും ഒരുമാരായിട്ട് സംസാരിക്കുകയും കാണുന്നത് ചെയ്യും. ജയറാം, മമ്മൂവാള, സുരേഷ് ഗോപി, ഇവരെല്ലാം, മഞ്ജു വാര്യർ, ഇവരെല്ലാം നേരിട്ട് കാണുകയും സംസാരിക്കുകയും ചെയ്യും. അവർക്കെല്ലാം എന്നെ അറിയുകയും ചെയ്യാം. മമ്മൂട്ടിയെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ സംസാരിച്ചിട്ടില്ല. ഞാനും കുറെ നാളായിട്ട് മമ്മൂട്ടിയെ കാണണം എന്നുള്ള എനിക്ക് പേടിയുണ്ട്, കാരണം പുള്ളി ഭയങ്കര ദേശക്കാരനാണ്, ഞാനും ദേശക്കാരനാണ്. പക്ഷെ രണ്ടുപേരും കൂടെ അടിയാവുന്ന അറിയില്ല. പിന്നെ പുള്ളി എല്ലാവരും പറയുന്നത് ശുദ്ധനായ മനുഷ്യനാണ് പറയാം. പിന്നെ ആരാണ് കാണാൻ? സിദ്ധരാനെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടില്ല. അല്ല, അദ്ദേഹത്തിന്റെ ഇപ്പൊ ഒരു അടിപൊളി മൂവിയാണ് ആടുജീവിതം എന്ന് പറയുന്നത്. എനിക്ക് അങ്ങനെ പറയല്ലെങ്കിൽ അമീർ ഖാൻ, ബോളിവുഡ് അമീർ ഖാനെ ഒന്ന് കാണണം. അമീർ ഖാനെ കാണണം. അമീർ ഖാന്റെ വലിയൊരു ഫാനാണ്. അമീർ ഖാനെ നേരിട്ടൊന്ന് കാണണം, പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഒരു റിവ്യൂർ ആയിട്ടാണല്ലോ സന്തോഷ് ചേട്ടന് അറിയപ്പെടുന്നത്. അപ്പൊ ഇനി ഏത് രീതിയിൽ അറിയപ്പെടണം എന്നാണ് ആഗ്രഹം? ഞാൻ പറഞ്ഞ ഇപ്പൊ എഞ്ചിനീയർ ആണ് ബേസിക്കലി, പിന്നെ ഫിലോസഫർ ആണ്, റൈറ്റർ ആണ്. ഒരു 10 ബുക്കുകൾ എഴുതിയ, 2 ബുക്കുകളുടെ ആംസോണിൽ വന്ന. അങ്ങനെ ഇപ്പൊ തന്നെ ഒരു സ്റ്റാറ്റസ് ഉണ്ട്, ഫിലോസഫർ, എഞ്ചിനീയർ, റിസർച്ചർ, PhD ചെയ്യുന്നു, റൈറ്റർ, ആക്ടിങ് ചെറുതായിട്ട്, ആംഗ്ലിങ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പക്ഷെ ആൾക്കാർ പൊതുവെ ഒരു മീഡിയ പ്രൊജക്ട് ചെയ്യുന്ന ഒരു കോമാളിയായിട്ടാണ്. ഞാൻ അങ്ങനത്തെ പ്രശ്നമല്ല. എനിക്ക് ഇപ്പോൾ ഞാൻ PhD ചെയ്യുന്ന ആളാണ്, BTech ചെയ്യാൻ പഠിച്ച എഞ്ചിനീയറിംഗ് ആണ്, JRF കിട്ടിയ ആളാണ്, IIT ബോംബെയിൽ അഡ്മിഷൻ കിട്ടിയാണ്. ഇതൊന്നും പലർക്കും അറിയില്ല. പല വിചാരം ഒരു കോമാളി ആരില്ല കാണും. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് പലർക്കും അറിയില്ല. പിന്നെ ഒരു ഇന്റർനാഷണൽ ആയിട്ട് ഒരു ഇന്റർവ്യൂ നടന്നിട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ഇന്റർവ്യൂസും സിനിമ അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ ഒരു ഇന്റലക്ച്വൽ സെലിബ്രിറ്റിയുടെ, ഗ്ലാമർ സെലിബ്രിറ്റി പറഞ്ഞാൽ ഇപ്പോൾ ആക്ടേഴ്സ് അല്ലെങ്കിൽ അഭിനയം അല്ലെങ്കിൽ സ്പോർട്സിലാണെങ്കിൽ ഗ്ലാമറാണ്. ഗ്ലാമറിനെക്കാട്ടും ഒരു ഇന്റലക്ച്വൽ സെലിബ്രിറ്റി, ഐൻസ്റ്റൈനെ പോലെയോ റസലിനെ പോലെയോ അറിയപ്പെടുന്ന ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുമെന്ന് അറിയില്ല. ഈ സോഷ്യൽ മീഡിയയിലുള്ള അവഗണന ഉണ്ടല്ലോ, നമ്മൾ ചില സമയത്ത് കമന്റ്സ് ആയിക്കോട്ടെ, മീഡിയ കുറച്ച് അവഗണിക്കുന്നുണ്ട്. പുതിയ മീഡിയക്കാര് എന്നെ അവഗണിക്കുന്നുണ്ട്. എന്താ, എനിക്ക് അവരോട് യാതൊരു ദേഷ്യമില്ല. അവരെന്തുകൊണ്ടാണ് പറയുക, പ്രായം കൂടുതലാണെന്ന് അറിയില്ല. പുതിയ മീഡിയക്കാർ ശരിക്കും അവോയ്ഡ് ചെയ്യുന്നുണ്ട്, എന്താ അറിയില്ല. പണ്ടെല്ലാം ഇറങ്ങി വരുമ്പോഴേക്കും, നമ്മൾ പടം കണ്ട് ഇറങ്ങി വരുമ്പോഴേക്കും എല്ലാവരും നമ്മുടെ അടുത്തേക്ക് വരും. ഇപ്പൊ അത്രയും വരുന്നില്ല. അത് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആടുജീവിതം മാറിയുന്നത്. പുതിയ കുറെ മീഡിയക്കാർ വന്നിട്ടുണ്ട്, അവർക്ക് എന്താണ് എന്നോടൊരു വിമുഖത അറിയില്ല. ആടുജീവിതം കണ്ടിട്ട് ആടുജീവിതം കണ്ട് ഞാൻ എന്റെ ചാനലിലിട്ടത്. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല പടം. പൃഥ്വിരാജ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ഇങ്ങനെ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ വേറെ ആരും നടത്തിയിട്ടില്ല. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് എഫേർട്ടുള്ള ഫിലിമാണ്. ബ്ലസ് ചെയ്യാൻ രാജ്യത്തിരുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു, പടം നന്നായിട്ട് ഓടുന്നുണ്ട്. ബ്ലസ് നല്ലൊരു ഡയറക്ടറാണ്. അല്ല, ബ്ലസ്സി ആയാലും റസൂൽ പൂക്കറ്റി ആയാലും AR റഹ്മാൻ ആയാലും പിന്നെ പൃഥ്വിരാജ് പറയണ്ട. പൃഥ്വിരാജ് ഒരുപാട് വെയിറ്റിൽ കുറച്ച് 30-35 kg കുറച്ചാണ്. അതിനെ കളിയാക്കിയിരിക്കുന്നു ചെകിത്താൻ. എനിക്കത് മനസ്സിലാവാത്ത. ചെകിത്താൻ കളിയാക്കിയിട്ടിരുന്നു. പൃഥ്വിരാജ് തടി കുറച്ചിട്ട് പറയാൻ പാടെ. ചെകിത്താണ് പറ്റുമോ അത്ര തടി കുറയ്ക്കാൻ? നോവൽ വായിച്ചിട്ടുണ്ടായിരുന്നു? ഞാൻ വായിച്ചിട്ടില്ല. വായിച്ചതൊക്കെ ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ കേട്ടത്, എനിക്കറിയില്ല. എനിക്ക് പടം ഇറങ്ങുമ്പോൾ 2 സംശയമാണ്. ഒന്ന്, ഈ വായിച്ചവർക്ക് ഇത് ഇഷ്ടപ്പെടുവോ, രണ്ടാമത് സ്ലോ ആവും. പക്ഷെ രണ്ടും നടന്നിട്ടില്ല പറയാം. അവിടെ നടന്നിട്ടില്ല, കാരണം നമുക്ക് ഒരിക്കലും അത് കണക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മള് ശരിക്കും നജീബിനെയാണ് അവിടെ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു നോവൽ വായിച്ചിട്ട് വന്നിരിക്കുന്ന ഫീലൊന്നും നമുക്ക് ഉണ്ടാവില്ലല്ലോ. സിനിമ എപ്പോഴും കുറച്ച് എക്സാഗ്രേഷൻ ആയി. അത് അവരുടെ ഒരു മിടുക്കാണ്. സിനിമ കുറച്ച് എക്സാഗ്രേഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തുടങ്ങുമ്പോ കുറച്ച് സ്ലോ ആയി, പക്ഷെ ഇന്റർവെൽ ആയപ്പോ നന്നായിട്ട് പോയി. സെക്കൻഡ് ഹാഫ് പിന്നെ കുറച്ച് സീൻസ് സെക്കൻഡ് ഹാഫിൽ റിപ്പീറ്റ് ചെയ്യുന്നത് തോന്നി. പൃഥ്വിരാജിന്റെ എല്ലാം ഡെസേർട്ടിൽ കൂടെ ഉള്ളത് ഓരോ നല്ല പടമാണ്. പൃഥ്വിരാജിന്റെ ഏറ്റവും മികച്ച പടമായിട്ട് പൃഥ്വിരാജിന്റെ ഏറ്റവും ബെസ്റ്റ് ഫിലിമാണ്. മലയാളം സിനിമയിൽ തന്നെ ഒരു ലാൻഡ് മാർക്കാണ് സെല്ലുലോഡർ പോലെ. ഒരുപാട് കഷ്ടപ്പെട്ടെടുത്ത ഫിലിമാണ്. ഇടയ്ക്കല കുറച്ച് ലാഗ് തോന്നുന്നു, എന്നാൽ നല്ല മൂവിയാണ്. അവാർഡും കിട്ടും, ഓടുകയും ചെയ്യും.